السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضوان الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹ്, എല്ലാവരും വലിയൊരു സന്തോഷത്തിലുള്ള ഒരു സമയത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വൽ പിറന്ന അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, അവിടുത്തെ ജീവിതം, ചരിത്രങ്ങളെല്ലാം പഠിക്കുകയും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ മേലിലുള്ള ഏതെല്ലാം നിലക്ക് സന്തോഷങ്ങൾ പ്രകടനാക്കുകയോട് ആ നിലക്കെല്ലാം സന്തോഷിക്കുകയുള്ള വലിയൊരു സൗഭാഗ്യം കിട്ടിയ ഒരു തിങ്കളായിട്ട് റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ തിങ്കളുടെ വെൽക്കമാക്കിക്കൊണ്ടുള്ള ഒരു സന്ദർഭം കൂടി എത്തിക്കണം. ഈ ഒരു സമയത്ത് അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ബന്ധുള്ളതുപോലെ ഞങ്ങളുടെ സയ്യിദ് കോട്ടേശ്വര തങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. തങ്ങളുടെ നേതൃത്വത്തിലുള്ള IBT ഗാർഡൻ, ആ IBT ഗാർഡൻ നിലവിൽ 7-8 വർഷത്തോളത്ത് സഖാഫിയ മഹിളാ കോളേജും അതുപോലെ ടൈനി ടോർസും നല്ല നിലക്ക് മുന്നോട്ട് പോയെന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് IBT ഗാർഡൻ ഒരുപാട് യോജനകൾ ഇവിടെ നടത്തി വന്നുകൊണ്ട് ഓരോ തിങ്കൾ വരുമ്പോൾ ആ തിങ്കളുടെ സ്പെഷ്യൽ ദിനങ്ങൾ നോക്കിയിട്ട് പ്രത്യേകമായ കാര്യക്രമെല്ലാം ആക്കിയും വന്നുകൊണ്ട്, അതുപോലെ ഈ വർഷവും എല്ലാ വർഷവും നടക്കുന്നത് പോലെയും ഈ വർഷവും ഞങ്ങൾ റബീഉൽ അവ്വൽ പ്രമാണിച്ചുകൊണ്ട് ഒരുപാട് യോജനകൾ തീരുമാനാക്കിയിട്ട് ആദരദൊന്തിಗೆ തിരുനബിಯವರಿಗೆ എന്ന ഘോഷവാക്യത്തിൽ ബ്രീസ് ഓഫ് മഹബ്ബ എല്ലാവരും ഗുന്തിക്കൂ. ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു മീഡിയയിൽ പിന്നെ വീഡിയോ എല്ലാം നോക്കൂടെ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നോക്കിയുള്ള എല്ലാ മുഅ്മിനാത്തുകൾ ഞങ്ങളുടെ IBT ഗാർഡനിൽ പണ്ട് ഓരോ വിഷയങ്ങളെല്ലാം ലൈവായിട്ട് നോക്കുന്ന ആൾമാരെത്തിക്കിടാറ്. ഞങ്ങളുടെ റബീഉൽ അവ്വൽ പ്രമാണിച്ചുകൊണ്ട് ബ്രീസ് ഓഫ് മഹബ്ബ എന്ന പേരിൽ കുറേ കാര്യക്രമം നടത്തി വന്നുള്ള ഞങ്ങളുടെ മക്കവും നമ്മമായി ബന്ധപ്പെട്ട എല്ലാ ആൾമാരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾമാരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ അങ്ങ് പഠിക്കണം. അത് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് പിന്നെയും ഞങ്ങൾ യാറാവിടും. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നവരെ കൊണ്ടാവിടും, അവിടുത്തെ ഇഷ്ക് പ്രകടിപ്പിക്കുന്നവരെ കൊണ്ടാവിടും. ആരും എന്തും ഏത് രൂപത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഹൃദയത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഏറെമേ ആയം പോണം. അതിനെല്ലാം ഉള്ള ഒരു അവസരത്തേക്ക് ഇൻഷാ അല്ലാഹ് 4 പിന്നെ അഥവാ റബീഉൽ അവ്വൽ 1 പിന്നെ 30 നാളത്തോളം ഞങ്ങളുടെ IBT ഗാർഡൻ ഇറക്കിയിട്ടുള്ള പിന്നെ മഹബ്ബ ടോക്സ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സംരംഭം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ IBT ഗാർഡന്റെ ചെയർമാൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള സയ്യിദ് ഷാമിർ ഹുസൈൻ സഖാഫ് അവരുടെ നേതൃത്വത്തിൽ 1 ഗಂಟೆ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ IBT മീഡിയ യൂട്യൂബ് ചാനലിൽ ബണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഒരു ക്ലാസ്സും മിസ്സാക്കാത്ത രൂപത്തിൽ എന്നും കേൾക്കണം. 4 കേൾക്കുന്നിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ഉദ്ദേശം ഇക്കാനായത്, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ ഞങ്ങൾ മനസ്സിലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രവും ബാക്കിയുള്ള എല്ലാ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ട് ഇതെല്ലാം നാം പഠിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാവരും ആ യൂട്യൂബ് ചാനലിൽ വേണ്ട ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കേൾക്കുക. ഞങ്ങളെ ഇപ്പമേ ഓൾറെഡി ഒരുപാട് മുഅ്മിനാത്തുകൾ ജോയിൻ ആയ ആൾമാർ, ഈ വീഡിയോ നോക്കുന്ന ആൾമാർ, നിങ്ങളെ സഹപാഠികളോട്, നിങ്ങൾ ഔത്രാൾമാരോട്, നിങ്ങളെ മക്കളോടും എല്ലാം ഈ ഒരു ക്ലാസ്സുകൾ കേൾക്കുക, പ്രേരിപ്പിക്കണം. നല്ല നിലക്ക് ക്ലാസ് കേട്ടിട്ട് അവസാനം ഇൻഷാ അല്ലാഹ് അവസാനം വലിയൊരു ബഹുമാന രൂപത്തിലുള്ള ഒരു എക്സാമും കൂടെ ഉണ്ട്, ചെറിയൊരു പരീക്ഷ കൂടെ ഉണ്ട്. അതിൽ നല്ല മാർക്ക് എടുക്കുന്നവർക്ക് വലിയൊരു ബഹുമാനം ഞങ്ങൾ തീരുമാനമെടുത്തൊരു IBT ഗാർഡൻ. അതെല്ലാം ഞങ്ങൾക്ക് മുന്നേ ഗൊന്തുള്ളത്. ഏതായാലും ഞങ്ങൾ ആ ഒരു ഉദ്ദേശം വെക്കാണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിങ്ങൈത്തികൾ റബീഉൽ അവ്വൽ, ആ തിങ്ങളിൽ നണ്ടെങ്കിൽ ആവുന്ന
ആവുന്ന രൂപത്തിൽ ഞാൻ സലാത്ത് ചെന്നേക്കട അതിരൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം മുഴുവനായിട്ട് ഞാൻ പഠിക്കട എന്ന ഉദ്ദേശം പ്രതിയോരോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ വെക്കണം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മക്കൾക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത് പഠിപ്പാട്ടി കൊടുക്കണം, അവിടുത്തെ ചരിത്രങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണം. ആ പഠിക്കുമ്പോഴേക്ക് ഞങ്ങളും പഠിക്കണം, ഫസ്റ്റ് ഞങ്ങളെ മക്കവും പഠിക്കണം. ഞങ്ങളെ മക്ക പഠിക്കുമ്പോൾ ജീവിച്ചത് ജീവിതകാലം മുഴുവനും സുന്നത്ത് ജമാഅത്തിൽ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ നല്ല നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെച്ച കാരണം കൊണ്ട് ആ മരിക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പൂമുഖം നോക്കിയിട്ട് മരിക്കുന്നവർ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് ഈ മഹബ്ബ ടോക്സ് എന്ന് പറയപ്പെടുന്ന ഈ യൂട്യൂബ് ചാനൽ ബണ്ട് എല്ലാ ക്ലാസ്സുകളും നിരന്തരമായി കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യം കരസ്ഥമാക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ ക്ലാസ് എല്ലാം കേൾക്കറും. ഇൻഷാ അല്ലാഹ് IBT ഗാർഡന്റെ യൂട്യൂബ് ചാനലിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഇതിലെ എല്ലാം നിലക്ക് ഇൻചാർജ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെ IBT ഗാർഡന്റെ ഡയറക്ടർ ഷാമിർ തങ്ങൾ ഞങ്ങൾക്ക് എല്ലാ നിലക്കുള്ള വിവരണം ആക്കിയിട്ടുണ്ട്. അതെല്ലാം നിലക്ക് എല്ലാവരും അത് പാലനാക്കിക്കൊണ്ട് ക്ലാസ് എല്ലാം കേൾക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിൽ ഭാഗിയായിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് എല്ലാ നിലക്കുള്ള ആശംസ അറിയിച്ചുകൊണ്ട് വാക്കിന് വിരാമ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله مولانا العظيم. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ആയിരത്തി 499 അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനാചരണ നാലുമുട്ട വർണ്ണുകൊണ്ടു ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ജന്മദിനാചരണ 1499 ലോകത്തിലെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചിട്ടുള്ള അതിമഹത്തായ കാര്യക്രമ ലോകത്തെമ്പാട് ഇൻഷാ അല്ലാഹ് നടക്കണു പോണ്ടു. ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ അസ്സഖാഫ് തങ്ങൾ IBT ഗാർഡൻ അതിലെ വത്തിയില് ഇൻഷാ അല്ലാഹ് പ്രതി തിങ്കൾ വേറെ വേറെ മജ്ലിസെല്ലാം നടന്നുകൊണ്ടുണ്ടോ. പ്രതി തിങ്കൾ തഹജീലുൽ ഫുതൂഹ് ചൊല്ലെ അതിമഹത്തായ ബദരീങ്ങളെ പേരിലുള്ള മജ്ലിസും അതേപോലെ പ്രതി എല്ലാ ഓരോ നാളും
മഹത്തുക്കളായ മഹാന്മാരെ വിളിച്ചിട്ടുള്ള തവസ്സുൽ ചെയ്തിട്ടുള്ള മജ്ലിസല്ല നടന്നുകൊണ്ടുണ്ടോ? ആ ഒരു സ്ഥാപനത്തിൽ പ്രതിവർഷ വേറെ വേറെ കാര്യക്രമം നടന്നുകൊണ്ടുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷ മീലാദുന്നബിയുടെ ഭാഗമായിട്ട് ഒരു തിങ്കൾ ഹബീബ് തങ്ങളെ പേരിലുള്ള ചരിത്ര പഠിക്കണമില്ലെങ്കത്തെ വലിയൊരു യോജന ഈ ഒരു ಕಾರ್ಯಕ್ರಮ ಮಹಬ್ಬ ಬ್ರೀಸ್ ಆಫ್ ಮಹಬ್ಬ ചൊല്ലി ಕಾರ್ಯಕ್ರಮಕ್ಕೆ ഇൻഷാ അല്ലാഹ് ചാലന കൊടുക്കണമുണ്ടോ? അൽഹംദുലില്ലാ നല്ല ഒരു ശ്ലാഘനീയമായ ഒരവസ്ഥയായിട്ട് ഇക്കട് നടന്നിട്ടുള്ളേ. കുന്ದಾಪುರ ತಾಲೂಕುಡೆ ಕೋಟೇಶ್ವರ ಇವರು ಮೂಡುಗೋಪಾಡಿ ಸೊಲ್ಲೆ ಇವರು ಪಕ್ಕത്തിലുള്ള സ്ഥാപനത്തിൽ ഭാരി ഒരു ശ്ലാഘനീയമായ എല്ലാവർക്കും പ്രശംസാർഹമായ ഒരു മാഹിതി ഒരു വിഷയ സംഗതിയായിട്ട് കിടന്ന് നടന്നിട്ടുള്ളത്. ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കരുത് പ്രതി ഒരു മുസൽമാന്റെ കർത്തവ്യമായിട്ട് കിടും. ಖಾಲಿ ವಿಶ್ವಾಸ ಮಾತ್ರ ಅಲ್ಲ, ಮಹಬ್ಬത്തും കൂടി ಬೇನೇ ಬೇಣು. മഹബത്തില്ലാണ്ട് ഒരു മനുഷ്യകും ഈമാന് കൊണ്ട് ജീവിക്കണോ അവൻ്റെ ഈമാനെ പരിപൂർണമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ടിട്ടും അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ടിട്ട് ചൊല്ലറു നബിയെ. അപ്പൊ ഈ റഹ്മത്ത് കൊണ്ടിട്ട് ഉദ്ദേശിക്കരുത് അത് അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ആഗമന കൊണ്ടിട്ടായിട്ട് റഹ്മത്തായിട്ടിക്കടും. അള്ളാഹിൻ്റെ ഹബീബു അത് വലിയ റഹ്മത്തായിട്ടിക്കട ഇടീ ലോകത്ത്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ചൊന്നിട്ടു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വേറൊരു ആയത്തിൽ ചൊന്നിട്ടുള്ളു. അതേപോലെ അള്ളാഹിൻ്റെ ഹബീബ് ചൊല്ലു, സ്വന്തത്തിനെ കാട്ടിയും എല്ലാരെ കാട്ടിയും അള്ളാഹിൻ്റെ ഹബീബരെ ഒരാൾ പിരിച്ച വയ്ക്കരവിടത്തോളൂ, മഹബത്ത് വെക്കരവിടത്തോളൂ അവൻ്റെ ഈമാന് പരിപൂർണമല്ല ചൊന്നിട്ടു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടുള്ളു. ലാ യുഅ്മിനു അഹദുക്കും ചൊന്നിട്ടു. ഇസ്ലാമുടെ എല്ലാ 4 ഖലീഫമാരും മഹബത്ത് വെച്ചെങ്കത്തെ ഓരോ വിഷയ ചരിത്രത്തെ കിതാബിൽ കണ്ടുകൊണ്ടുണ്ടോ. മഹത്തുക്കളായ മഹാന്മാരായ സഹാബത്തുൽ കിറാം ഞങ്ങൾക്കു മഹബത്ത് പഠിപ്പാട്ടിരാറ് കിതാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ടോ. ഖുലഫാഉ റാഷിദീങ്ങ അങ്ങനെ മഹബത്തിലെ ഓരോ ഭാഗ ചരിത്രത്തിലല്ല കണ്ടോണ്ടുള്ളേ. ബഹുമാനപ്പെട്ട ഇസ്ലാമുടെ 2ാമത്തെ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാൻ അള്ളാഹിൻ്റെ ഹബീബിരൊട്ട ചൊല്ലേ, ഹബീബെ നന്റെ തടിര കാണ്ടി നന്റെ തടി ഒന്ന് വിട്ടിട്ട് ബാക്കി എല്ലാത്തിരെ കാണ്ടിയും ഹബീബെ നിങ്ങളെന്നാണ് ഇഷ്ടപ്പെട്ട മഹബത്ത് വെക്കര ചെന്നപ്പ അള്ളാഹിൻ്റെ ഹബീബ് ചൊല്ലോ, ഉമറെ നിങ്ങളെ ഈമാൻ പരിപൂർണമല്ല, നിങ്ങളെ ഈമാൻ പരിപൂർണമായിട്ടില്ല. നിങ്ങളെ സ്വന്തം ശരീരത്തെ കാട്ടിയും നാണ് നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടവൻ അവിടെ കൊടുത്തോളൂ, നിങ്ങളെ ഈമാൻ പരിപൂർണമല്ല ചെന്നിട്ടു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലമുത്ത് ആയിട്ടിക്കട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഓ നബിയെ, നന്റെ സ്വന്തം ശരീരത്തെ കാട്ടിയും നാണ് യാർ അതി ഇഷ്ടപ്പെട്ടത് അത് മുത്തുനബി തങ്ങളായിട്ടിക്കടെന്നാണ്. അങ്ങനെ ചൊല്ലുമ്പത്ത് ആയിട്ടിക്കട് അള്ളാഹിൻ്റെ ഹബീബ് ചൊല്ലേ, ഉമറെ ഇപ്പായിട്ടിക്കട് നിങ്ങ ഇസ്ലാമായി, ഇപ്പായിട്ടിക്കട് നിങ്ങളെ ഈമാൻ പരിപൂർണമായി ചെന്നിട്ടോ.
അള്ളാഹിൻ്റെ ഹബീബ് സല്ലു. എത്രമാ മഹാന്മാരെ മഹബത്ത് വെച്ചെങ്കത്തെ മഹാന്മാർ മഹബത്ത് വെച്ചെങ്കത്തെ വിഷയല്ല ചരിത്രത്തെ കിതാബിൽ കണ്ടോണ്ടുള്ളേ. അദ്ദിബു ഔലാദക്കും ബിസലാസത്തി ഖിസാൽ. ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലേ, നിങ്ങളെ മക്കൾക്കു നിങ്ങ 3 കാര്യ പഠിപ്പാട്ടറും 3 കാര്യത്തെ അദബ് പഠിപ്പാട്ടറും നിങ്ങ ശിഷ്ടാചാര ഇസ്ലാമുടേത് പഠിപ്പാട്ടറും. ഒന്നാമത്തേത് ഹബീബ് തങ്ങളൊട്ടികളുള്ള മഹബത്തായിട്ടിക്കടോ. രണ്ടാമത്തേത് അഹ്ലു ബൈത്തിലൊട്ടികളുള്ള മഹബത്തായിട്ടിക്കടോ. ഒന്നാമത്തേത് ഹബീബ് തങ്ങളൊട്ടികളുള്ള മഹബത്ത് മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കറോ. രണ്ടാമത്തേത് അഹ്ലു ബൈത്തി ഒന്നെങ്കിൽ അള്ളാന്റെ ഹബീബുടെ കുടുംബ പാരമ്പര്യത്തെ ആ ഒരു മഹാന്മാരൊട്ടികളുടെ സാദാത്തീങ്ങളൊട്ടികളുടെ മഹബത്ത് അഹ്ലു ബൈത്തിലൊട്ടികളുടെ മഹബത്ത്. ആ മഹബത്തിലെ റൂപ നിങ്ങ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കറോ ചെന്നിട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ട്. അതുമാത്രമല്ല, മൂന്നാമത്തെ കാര്യമായിട്ട് ചെന്നിട്ടുണ്ട് ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആൻ ഓതുണുള്ളേ കാര്യ ഖുർആൻ പാരായണ. ഇതും മക്കോ നിങ്ങൾ പഠിപ്പാട്ടി കൊടുക്കറോ. ഇങ്ങനെ 3 കാര്യ മക്കൾക്ക് നിങ്ങൾ അദബു ചെറിയതിലെ നിങ്ങൾ പഠിപ്പാട്ടിട്ട് അതിലെ ശീലാക്കറോ അഭ്യാസാക്കറോ. അള്ളാന്റെ ഹബീബിരൊട്ടിയുള്ള മഹബത്തും അഹ്ലു ബൈത്തിരൊട്ടിയുള്ള മഹബത്തും അതേപോലെ വിശുദ്ധ ഖുർആൻ ഓതുണുള്ളെങ്കത്തെ ഒരു പരിപാട്ട ഒരു അഭ്യാസ മക്കൾക്ക് നിങ്ങൾ ആക്കി കൂടറോ. അത് ആ മക്കൾ ചെറിയതിലെ ആ മക്കൾ അങ്ങനത്തെ ഒരു അഭ്യാസം പറഞ്ഞിട്ട് ബലിയായാൽ പിന്നെ മക്ക ഇസ്ലാമിയുടെ ചൗക്കട്ടില് ജീവിച്ചിട്ട് ബലിയായിട്ട് നല്ല അവിടെ അറച്ചെന്നിട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലതായിട്ട്. അങ്ങനെ എത്രമാ മഹാന്മാർ എത്രമാ സ്വാലിഹീങ്ങല്ല മഹബത്ത് വെച്ചെങ്കത്തെ ഓരോ കാര്യ ചരിത്രത്തെ കിതാബുകളെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന ചരിത്രത്തിലുള്ള ഒരു എത്രമാ ചരിത്രത്തെ ഭാഗ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1 പിടിച്ചിട്ട് 30 4 റബീഉൽ അവ്വൽ ഫുള്ളായിട്ടുള്ളേ പ്രതി എല്ലാ ഓരോ നാളും ഹബീബ് തങ്ങളെ സംബന്ധമായിട്ടുള്ള ചരിത്ര ഇൻഷാ അല്ലാഹ് പഠിക്കൊണ്ടുള്ള സദാവകാശായിട്ടിക്കട് ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ളേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഇത് നിർവഹിക്കൊണും നല്ല രൂപത്തിൽ അത് എല്ലാ ചന്ത ആയ രൂപത്തിൽ ഖൈറായ രൂപത്തിൽ അല്ലാഹു ചന്തത്തിലായിട്ട് അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഹബീബ് റൊട്ടികളുടെ മഹബത്ത് യാറാക്കൊണുകും അതുമൂല ഹബീബിനെ ഞങ്ങൾ പഠിക്കൊണുകും ആ മഹബത്ത് യാറാക്കി ജീവിക്കൊണുകും ഈമാനോടുകൂടി ജീവിച്ച് മരിക്കൊണുകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ വേനായിട്ട് പ്രവർത്തിച്ച് അധ്വാനിക്കടെ എല്ലാ ആൾമാർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ ചെന്നിട്ടോ. ഈ ഒരു കാര്യക്രമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അർസൽനാക വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ ചൊല്ലി ഖുർആന്റെ വാക്യത്തിൽ ഈ ഒരു മജ്ലിസ് ഉദ്ഘാടനമായിട്ട് എൻ്റെ പലക്ക നിപ്പാട്ടറെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പരിശുദ്ധ പരിപാവനമായ പുണ്യ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിക്കാനും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും നമുക്ക് നന്മകൾ കൈവരിക്കാനും ഈ പുണ്യമാസത്തിൽ നാം കഴിയുന്നത്ര ശ്രമിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനം IBT ഗാർഡൻ
ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ 30 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബ്രീസ് ഓഫ് മഹബ്ബ എന്ന വലിയൊരു റബീ ക്യാമ്പയിൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ മുഖ്യ ഘടകമായിട്ട് നാം സംഘടിപ്പിക്കുന്ന മഹബ്ബ ടോക്കിൻ്റെ വലിയ പ്രൗഢമായൊരു പരിപാടികളുടെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലാണ് നാം ഇന്നുള്ളത്. അൽഹംദുലില്ലാഹ്, മുൻപ് നമ്മോട് പ്രതിവാദിച്ച, നമ്മോട് സ്വാഗതം ചെയ്ത, ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദന്മാരൊക്കെ നമ്മെ അറിയിച്ചതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൽ ഉടുപ്പി ജില്ലയിലെ കുന്ദാപുര താലൂക്കിൽ മൂടുഗോപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് നാം തുടങ്ങിവെച്ച നമ്മുടെ മഹത്തായ സ്ഥാപനം IBT ഗാർഡൻ, ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ എല്ലാ വർഷവും എല്ലാ മാസവും പ്രൗഢമായ ഓരോരോ പരിപാടികൾ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് പ്രൗഢമായ പല പരിപാടികൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ നാം ഇപ്പോൾ ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ബ്രീസ് ഓഫ് മഹബ്ബ എന്ന റബീ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേളയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൽ നമ്മൾ മഹബ്ബ ടോക്സ് എന്ന പേരിൽ ഇന്ന് തൊട്ട് തുടങ്ങുന്ന ഈ വലിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാനും പഠിക്കാനും ആ പഠിച്ച ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം എന്ന് പ്രത്യേകം എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ പരിഭാവനമായ ഈ മുഹൂർത്തത്തിൽ സന്തോഷത്തോടുകൂടെ നമ്മുടെ IBT ഗാർഡൻ, ഇമാം ബൂസ്വീരി തസ്കിയ ഗാർഡൻ, അതിൻ്റെ പദ്ധതികളിൽ പൊതുജനങ്ങൾക്ക് പരമാവധി നമ്മുടെ കർണാടകയുടെ പല ഭാഗങ്ങളിലും ഉള്ള ആളുകൾക്ക്, വിശിഷ്യ ബ്യാരി ഭാഷ അതല്ലെങ്കിൽ മലയാളം മനസ്സിലാകുന്ന ആളുകൾക്ക് പരമാവധി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി, അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ മഹബ്ബ ടോക്ക് എന്ന പേരിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അമീർ ഖാൻ ഹുസൈൻ ഉസ്താദ്, ഇക്രമുള്ള സഖാഫി ഉസ്താദ്, അതോടൊപ്പം നമ്മുടെ മഹത്തായ IBT ഗാർഡൻ ചെയർമാനും എല്ലാ രീതിയിലും സ്ഥാപനത്തിൻ്റെതെന്നല്ല, നമ്മുടെ ഈ പ്രദേശത്തെ, ഈ ജില്ലയുടെ ആധ്യാത്മിക നേതൃത്വമായ സയ്യിദ് ജഅഫർ സഖാഫ് കോട്ടേശ്വര തങ്ങൾ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് തുടർച്ചയായ 30 ദിവസങ്ങൾ റബീഉൽ അവ്വൽ 1 നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ 1-2 മാറാം എന്നല്ലാതെ
മറ്റു തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂ ആയി സ്ഥിരമായ 30 നാളുകൾ 30 ദിവസങ്ങൾ, അതിനി 1-2 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ തന്നെ റബീഉൽ ആഖിർ മാസത്തിൽ ഇൻഷാ അല്ലാഹ് അതുകൂടെ കണ്ടിന്യൂ ആക്കി 30 ദിവസം കൃത്യമായ 30 ക്ലാസുകളിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കുറഞ്ഞ വിഷയങ്ങൾ, എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത ജീവിതമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആ ജീവിതം അത്രമേൽ സുന്ദരമാണ്, അത്രമേൽ പാഠങ്ങൾ നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ജീവിതത്തിലെ ഓരോരോ സ്റ്റേജുകളെയും ആദ്യമായി നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജനിച്ചു വീഴുന്ന ഖുറൈശ് ഗോത്രത്തെക്കുറിച്ചും ആ ഗോത്രത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചും അബ്ദുൽ മുത്തലിബിനെ കുറിച്ചും അബ്ദുള്ള തങ്ങളെക്കുറിച്ചും ആമിന ബീവിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്തുള്ള മക്കയുടെ അവസ്ഥയും പറയും. അതിൽ പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, അതിനോടനുബന്ധമായ വിഷയമായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക. പിന്നീട് അവിടുത്തെ ചെറിയ പ്രായത്തിലുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, പിന്നീട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന മഹദിയാം ആമിന ബീവിയുടെ വഫാത്തടക്കമുള്ള വിഷയങ്ങൾ, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് പ്രത്യേകം തയ്യാറാക്കിയ നോട്ട്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ. ഇങ്ങനെ തന്നെ പറയാനുള്ള കാരണം, ഓരോ ക്ലാസ്സും മറ്റു ക്ലാസ്സുകളുമായി ബന്ധമുണ്ടായിരിക്കും. ഒരു സീരീസ് മോഡലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 30 കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് കഴിയലോടുകൂടെ നിങ്ങളുടെ മനസ്സിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നേർ ചിത്രം കാണിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞു, പൂർണ്ണമായിട്ട് സാധ്യമല്ലെങ്കിലും ഒരു നേർചിത്രം, എത്രാമത്തെ വർഷമാണ് മുത്തുനബിയുടെ ജനനം, അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ശൈശവകാലത്ത് സംഭവിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജിലുമുള്ള വിഷയങ്ങളെ നമുക്ക് മനസ്സിൽ കുറിച്ചിടാനും, ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പുന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ സുന്ദരമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിനെല്ലാം പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഹബീബായ മുത്തുനബിയുമായി ബന്ധപ്പെട്ട ബൈത്തുകൾ ഇൻഷാ അല്ലാഹ് അതെല്ലാം പറഞ്ഞു തരും. അതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളണം, ജീവിതത്തിലേക്ക് പകർത്തണം. ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് ഈ ക്ലാസ്സുകളെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം, ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഈ 30 നാളിലെ ക്ലാസ്സുകളിൽ നിന്ന് കൃത്യമായിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തും. അത് ഓൺലൈൻ വഴിയായിരിക്കും, ഗൂഗിൾ ഫോം വഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാവർക്കും ആക്സസ് ആകുന്ന രീതിയിലായിരിക്കും ടെസ്റ്റ് ഉണ്ടാവുക. ആ ടെസ്റ്റിൽ സാധിക്കുന്നവരെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ മഹബ്ബ ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തയ്യാർ ചെയ്ത 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ജെൻസ് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്, മറ്റൊന്ന് ലേഡീസിന് മാത്രമുള്ളതാണ്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും ടെസ്റ്റ് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, ഇനി ഈ വോയിസ് കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് നെനപ്പാവുന്നതെങ്കിൽ ഉടൻ ആ ഒരു പോസ്റ്ററിൽ നൽകിയ നമ്പറിലേക്ക് 996-127 നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുക, എനിക്ക് കാണാണ്ട് കിട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ്
ആ പോസ്റ്ററിൽ നൽകിയ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയും ഇൻഷാ അല്ലാഹ് അതിൽ പറയുന്നത് പോലെ അതിലുള്ള നിയമാവലികളോട് കൂടെയുള്ള ടെസ്റ്റ് അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ഥാനങ്ങൾക്ക് നമ്മൾ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ചെറിയ സന്തോഷത്തോടു കൂടെയുള്ള ഒരു സമ്മാനം കൂടെ നമ്മൾ വിതരണം ചെയ്യുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാം കബൂലാക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വഴികൾ തുറന്നു തരട്ടെ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൂട്ടാനും ആ മഹബ്ബത്ത് കാരണമായി നാളെ ആഖിറം വിജയിക്കാനും സാധിക്കുന്ന ഉതകുന്ന വലിയ ഒരു ഫളലുള്ള വലിയ തൗഫീഖുള്ള ക്ലാസ്സായി അല്ലാഹു തആല ഈ ക്ലാസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ഈ ക്ലാസ്, ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ നിർബന്ധമായും നിങ്ങൾക്ക് പറ്റാവുന്നവരിലേക്കൊക്കെ ഇതിനെ ഷെയർ ചെയ്യണം. നല്ല വിഷയങ്ങളാണ് അല്ലേ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതാണ് ഒരു ഖൈറായ വിഷയം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അയാളാക്കുന്ന അതേ നന്മ, അതിൻ്റെ കൂലി ഈ അറിയിച്ചു കൊടുത്ത ആൾക്ക് കിട്ടും. നിങ്ങൾ ഈ വീഡിയോ, ഈ ക്ലാസ് എല്ലാം കേൾക്കുന്ന വേറെ 100 ആൾമാർക്ക് നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഷെയർ ആക്കി കൊടുത്തു. നല്ല വിഷയമാണല്ലോ, അല്ലാതെ ബെടക്കായ ഏതെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. അപ്പോൾ നല്ലൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ഷെയർ ആക്കി കൊടുത്തു. അവരത് കേട്ടു. അത് കേൾക്കൽ കാരണം നിങ്ങൾ ഒരാളെ ഇത് കേൾക്കുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 100 വട്ടം കേട്ടതുപോലുള്ള പ്രതിഫലം ഒരിത്തിരി പോലും കുറയാതെ കിട്ടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ എല്ലാവരും കേൾക്കുക, പരമാവധി ജീവിതത്തിലേക്ക് പകർത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.